അടിമാലി മണ്ണിടിച്ചിലിൽ മരിച്ച ബിജുവിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ഗുരുതരമായി പരിക്കേറ്റ ബിജുവിന്റെ ഭാര്യ സന്ധ്യയെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഗുരുതരമായി പരിക്കേറ്റ സന്ധ്യയ്ക്ക് അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ച അടിമാലി മിൽക്ക് സൊസൈറ്റി ഇന്നലെ രാത്രി 10:30 മണ്ണിടിച്ചിൽ ഉണ്ടായത്. വിവരങ്ങൾ സുബിൻ തോമസ് ആണ് നൽകുന്നത്. സുബിൻ, ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്ന ദൃശ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒപ്പം ഈ ഗുരുതരമായി പരിക്കേറ്റ സന്ധ്യയുടെ സ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ് സുബിൻ? സന്ധ്യ നിലവിൽ ഇപ്പോൾ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിദഗ്ധ ചികിത്സ ആവശ്യമാണ് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. അടിയന്തര ശസ്ത്രക്രിയ ഉൾപ്പെടെ ചെയ്യേണ്ടതായുണ്ട്. പ്രധാനമായും സന്ധ്യയുടെ അരയ്ക്ക് താഴേക്ക് പൂർണ്ണമായും തകർന്ന ഒരവസ്ഥയാണ്. കാലുകൾ നിരവധി ഒടിവുകളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ നിലവിൽ സന്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ രാജഗിരി ആശുപത്രിയിൽ ചികിത്സ പുരോഗമിക്കുകയാണ്. ഇതിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം തന്നെ അടിയന്തരമായി ആശുപത്രിയിൽ ചെയ്തിട്ടുള്ളതായും റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി 10:30 ഇത്തരത്തിൽ ദാരുണമായ ഒരു ദുരന്തം ഈ അടിമാലി മേഖലയിൽ ഉണ്ടാകുന്നത്. ഒരു പ്രദേശത്തെ ഒന്നാകെ വിഴുങ്ങി മണ്ണ് ഒരു വലിയ മണ്ണിടിച്ചിൽ തന്നെ ഉണ്ടായി എന്ന് തന്നെ പറയാം. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് അതിന്റെ തീവ്രത എത്രത്തോളമാണ് എന്നുള്ളത്. ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണ്ണെടുത്ത് നിർത്തിയിരുന്ന പ്രദേശത്ത് നിന്നും ഈ മണ്ണ് വിള്ളൽ വന്നതിനെ തുടർന്ന് കൂടുതലായി ഇടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു. ഈ താഴേക്ക് പതിച്ച് ഈ റോഡിന് താഴ്ഭാഗത്ത്, അതായത് ദേശീയപാതയ്ക്ക് താഴ്ഭാഗത്തായി ഉണ്ടായിരുന്ന ലക്ഷം വീട് കോളനിയിലേക്കാണ് ഈ മണ്ണ്. അടിമാലി മണ്ണിടിച്ചിലിൽ മരിച്ച ബിജുവിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ഗുരുതരമായി പരിക്കേറ്റ ബിജുവിന്റെ ഭാര്യ സന്ധ്യയെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഗുരുതരമായി പരിക്കേറ്റ സന്ധ്യയ്ക്ക് അടിയന്തര ധനസഹായവും അടിമാലി മിൽക്ക് സൊസൈറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് സുബിൻ തോമസ് ആണ്.